അഡ്രസ്സ് തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി വിദ്യാർത്ഥിയുടെ ചെവിയിൽ നുള്ളി. സംഭവം വിവാദമായതോടെ ന്യായീകരണവുമായി ജലീൽ രംഗത്തെത്തി. അതേസമയം സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? മണ്ണാർക്കാട് നഗരസഭയിലെ 19, 20, 22 വാർഡുകളിൽ SLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്യാർത്ഥികളെ അപമാനിച്ച് മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീൽ രംഗത്തെത്തിയത്. മെറിറ്റ് ഈവനിംഗ് എന്ന പേരിൽ മണ്ണാർക്കാട് GMUP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ചടങ്ങിൽ പങ്കെടുത്ത കുട്ടികളോട് അക്ഷരമറിയില്ലേ എന്ന് ചോദിക്കുകയും അഡ്രസ്സ് തെറ്റിച്ചെഴുതിയെന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി വിദ്യാർത്ഥിയുടെ ചെവിയിൽ നുള്ളുകയുമായിരുന്നു. സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തം എന്താണ്? ആരായിരുന്നു പാത്തുമ്മ? സഫീന എന്ന് വേണ്ട, സഫീന മതി. ടെൻഷനായാൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ പാടില്ല. എന്താണോ എനിക്ക് എഴുതാൻ പറ്റുമോ? അഡ്രസ്സ് എഴുതാൻ പറ്റുമോ? ഉറപ്പാണോ? ഇതിലൊന്ന് എഴുത്. അഡ്രസ് എഴുതാൻ അറിയില്ല. എടോ, അഡ്രസ് എഴുതാൻ അക്ഷരങ്ങൾ അറിയുമെങ്കിൽ അഡ്രസ് എഴുതാൻ എന്തുകൊണ്ട് അറിയില്ല? രവികുമാർ എന്നല്ലട, രവികുലാർ എന്ന് എഴുതിക്കുന്നത് എന്താ? സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതേസമയം തെറ്റ് മനസ്സിലാക്കാതെ സംഭവത്തെ ന്യായീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി ജലീല് രംഗത്തെത്തി. തമാശയിലൂടെ ദേഷ്യപ്പെട്ടും ചിരിച്ചും ചിരിപ്പിച്ചും കുട്ടികളെ അവരുടെ കഴിവുകൾക്കൊപ്പം കുറവുകളും ചൂണ്ടിക്കാണിച്ച് കൊടുക്കാനാണ് താൻ ശ്രമിച്ചത്. ചിരിച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ചെവിയിൽ പിടിച്ചു എന്നത് ശരിയാണ്. അപ്പോൾ അവനും ചിരിക്കുകയാണ് ചെയ്തത്. കുട്ടിയുടെ മുഖം ബ്ലറാക്കിയത് കൊണ്ട് അത് കാണുന്നില്ലെന്ന് മാത്രം. താൻ ചെവിക്ക് നുള്ളുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും രക്ഷിതാക്കൾക്കോ വിദ്യാർത്ഥികൾക്കോ തൻ്റെ പ്രസംഗം പ്രയാസം ഉണ്ടാക്കാൻ ഇടയില്ലെന്നാണ് വിശ്വാസം. കുട്ടികൾക്ക് പിശകുകൾ സംഭവിച്ചാൽ തമാശയിലും കാര്യത്തിലും അത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കലാണ് മുതിർന്നവരുടെ ചുമതല, പ്രത്യേകിച്ച് അധ്യാപകരുടെ. അല്ലെങ്കിൽ അവർ എത്ര വളർന്നാലും മയ, കുയി, പുയ, പുയു, മയു എന്നൊക്കെയാകും പറയുക എന്നുമാണ് ജലീലിൻ്റെ ന്യായീകരണ ഫേസ്ബുക്ക് പോസ്റ്റ്. ജനം, പാലക്കാട്.